അവിടെ നിന്നേ. മണി എത്രയായെന്ന് അറിയാമോ കൊച്ചമ്മമാർക്ക്? ഇത് സർക്കാർ ഓഫീസല്ല, തോന്നിയ സമയത്ത് കേറി വരാൻ. എന്റെ റൂം ആകെ അലങ്കോലായിട്ട് കിടക്ക. പെട്ടെന്ന് ചെന്ന് വൃത്തിയാക്ക്. ആ പിന്നെ ആ സുജാതയോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ. ഈ ചേച്ചി എന്തിനാ ഇത്ര രാവിലെ അമ്പലത്തിൽ പോയി കിടക്കുന്നേ? ഓഹ്, എനിക്കാണെങ്കി ഇതൊന്ന് നേരിട്ട് കാണിക്കാനായിട്ട് ശ്വാസം മുട്ടിയിരിക്കുക. ഇതൊന്ന് കാണിച്ചിട്ട് വേണം ഇന്ന് ആ കല്യാണിയുടെ ഭരണം അവസാനിപ്പിക്കാൻ. മേഡം. ആ ചേച്ചി ഏത് അമ്പലത്തിലാ പോയെന്ന് പറഞ്ഞോ? ഇല്ല, പോയിട്ട് 1-2 മണിക്കൂറായി. ആ കല്യാണി അടുക്കളയിലൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയി അവള്? ഇവിടെ കിണറ്റിലെ മോട്ടോർ കേടായി, അതുകൊണ്ട് തുണി നനയ്ക്കാൻ പറമ്പിലെ കിണറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ശരി ശരി, അവിടെ തന്നെ താമസിയാതെ അവൾക്കൊരു ശവകുടീരം പണിയേണ്ടി വരും. ആ നീ പൊയ്ക്കോ. എന്തോ സൂത്രപ്പിക്കാണല്ലോ. എന്താണ് എളമയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? ആരുടെ ശവടക്കിന്റെ ഒക്കെ കാര്യം പറയുന്ന കേട്ടല്ലോ. സർക്കാരിന്റെ ക്രിമിറ്റോറിയത്തിൽ വല്ല ജോലിയും കിട്ടിയോ? ജോലി കിട്ടിയത് ശ്മശാനത്തിലല്ല, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാ. ദേ, നീ നന്നായിട്ടൊന്ന് നോക്കിയേ. അന്തരീക്ഷത്തിനാകെ ഒരു മാറ്റം കാണുന്നില്ലേ? കാർമേഘങ്ങളെല്ലാം ഉരുണ്ട് കൂടി ചിലപ്പോ ഇടിയും മിന്നലും ഒക്കെ കൂടി ഒരു കൊടുങ്കാറ്റും മഴയും പെയ്യാനായിട്ട്. അപ്പൊ അത് ശരി, ഇളയമ്മ അത് കാലാവസ്ഥ പ്രവചിക്കാൻ ഇറങ്ങിയതാണല്ലേ? കൊള്ളാം. ഇടവപ്പാതിക്ക് ഇടിയും മിന്നലൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ അത് മുടങ്ങിയാലും ഇവിടെ ഇളയമ്മ ഉള്ളതുകൊണ്ട് തൃച്ചംബരത്ത് ഇടിക്കും മിന്നലൊന്നും ഒരു കുറവുണ്ടാവില്ല. അല്ല അതിരിക്കട്ടെ, ഇപ്പൊ എന്തോ മിന്നിക്കിറങ്ങിയതാണല്ലോ, അത് മനസ്സിലായില്ല. മിന്നിക്കോടാ മിന്നിക്കും. വെറും മിന്നലും ഇടിവെട്ടലൊന്നും അല്ല, ഭൂകമ്പം. ഇതാ ഞാൻ അതിന് വെച്ചിരിക്കുന്ന മരുന്ന്. അല്ല വേണമെങ്കിൽ നീ നേരിട്ടൊന്ന് കണ്ടോ. ഇത് കോട്ടൊക്കെ ഉണ്ടല്ലോ. ഇതന്ന് കല്യാണിയെ കാണാതായ സമയത്ത് ബ്രോ കണ്ടെത്തി കൊണ്ടുവന്ന പഴയ ഫോട്ടോയല്ലേ? ഇതിനിപ്പോ എന്താ ഈ പഴയ വീഞ്ഞ് കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടാണോ ഇളയം ഈ ഭൂകമ്പം എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്? നല്ല പണി. അയ്യടാ മോനെ അരവിന്ദേ, നീ ഫോട്ടോയൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. വീഞ്ഞ് പഴയതാണോ പുതിയതാണോന്ന്. എടാ, ഈ ഫോട്ടോയുടെ അടിയിലേ ഇന്നലെ രാത്രി ഇതെടുത്ത തീയതിയും സമയവും ഒക്കെ ഉണ്ട്. എടാ, ഈ ഫോട്ടോയുടെ അടിയിലേ ഇന്നലെ രാത്രി ഇതെടുത്ത തീയതിയും സമയവും ഒക്കെ ഉണ്ട്. ഈ ഇലക്ട്രോണിക്സ് രംഗമൊക്കെ അങ്ങ് പുരോഗമിച്ചിടാ മോനെ. അതൊന്നും നീ അറിഞ്ഞില്ലായോ? എവിടെ നോക്കട്ടെ, ഞാൻ കണ്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. ചേച്ചി ഒരു നിമിഷം. ചേച്ചി എന്താ രാവിലെ അമ്പലത്തിൽ പോയത്? പറഞ്ഞെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. പറഞ്ഞില്ല, അത്ര തന്നെ. നീ വേണമെങ്കിൽ ആ കല്യാണിയെ വിളിച്ചോണ്ട് പൊയ്ക്കോ. എന്നെ പോലെ അവളും ഈ അമ്പലത്തിലൊരാളാ. അയ്യോ, ആ വിത്തുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട. ഈ കുടുംബം തകർക്കാനുള്ള ഉദ്ദേശം അവൾക്ക്. കൂട്ടുകൂടിയ ഞാൻ നശിച്ചു പോവും. കഷ്ടം തന്നെ. നിനക്ക് എപ്പോഴും ആ പാവം പെണ്ണിനെ കുറ്റം പറയാനേ സമയമുള്ളൂ. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്?
പാവം പെണ്ണ് പോലും അവളുടെ മനസ്സിലിരിപ്പ് വേറെയാ. ഞാനത് സൂചിപ്പിച്ചപ്പോ ചേച്ചിക്ക് വിശ്വാസമില്ലല്ലോ. അല്ലെങ്കിൽ ചേച്ചി ഇത്രയും പാടുപെട്ട് കല്യാണം നടത്താൻ നോക്കുമ്പോ അവൾ ഈ പണി കാണിക്കോ? ഇക്കാലത്ത് പാവപ്പെട്ട ആർക്കാ ഒരു സർക്കാർ ജോലിക്കാരനെ സ്വപ്നം കാണാൻ പറ്റുന്നത്? അപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവളുടെ മനസ്സിൽ ആരോ ഉണ്ട്. അതുകൊണ്ടാ ഇന്നലെ കല്യാണാലോചന നശിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയവള് രാത്രി 9:30 മണിക്ക് വന്ന് കേറിയത്. 9:30 മണിക്കോ? അതെ, ചേച്ചിയുടെ പാവം പെണ്ണ് രാത്രി സഞ്ചാരമായിരുന്നു. ആഡംബര കാറില്, കൂട്ടിന് നമ്മുടെ ആനന്ദും. വിലാസിനെ! അയ്യോ ചേച്ചി അലറണ്ട. ദേ, അവൾ ആനന്ദിന്റെ കോട്ടും ധരിച്ച് ഉല്ലസിച്ച് ഈ നടയിൽ വന്ന് ഇറങ്ങിയതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചുതരാം. അയ്യോ, ഇതിൽ കുറെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ എവിടെ പോയി? ആ, അയ്യോ, എന്റെ ഇളയമ്മേ, രാവിലെ ഇവിടെ കിടന്ന് സ്വപ്നം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു എന്തേലൊക്കെ പിച്ചുമ്പയും വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒന്ന് പോയി കുളിച്ചേ. രാവിലെ തന്നെ ഓരോ കള്ളക്കഥകളും പറയാതെ. ചേച്ചി സ്വപ്നത്തിലാണെങ്കിൽ പോലും മേലാൽ നീ എന്റെ മോനെ അടുക്കളക്കാരോട് ചേർത്ത് പറയരുത്. ഇത് നീ എന്നെ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയതിന്റെ കൂടെ ചേർത്ത് തന്നതാ. യു ഗെറ്റ് ലോസ്റ്റ്. പണ്ടാ ഡെമോ കല്യാണത്തിന്റെ സീഡറുടെ കാര്യത്തിലെ ഇളയമ്മ എന്നെ കൊണ്ടൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് ഓർമ്മയുണ്ടോ? എന്നിട്ട് അമ്മയുടെ മുമ്പിൽ വന്നപ്പോ കാല് മാറുകയും ചെയ്തു. അതിനെ ഞാനിപ്പോ ഒരു പ്രതികാരം ചെയ്തതാ. ഫോൺ എൻ്റെ കയ്യിൽ തന്നപ്പോ തന്നെ ആ ഫോട്ടോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇളയമ്മേനെ പിരിച്ചു വിട്ടു എന്നർത്ഥം. അപ്പൊ പോട്ടെ, ഇന്നൊരു ദീർഘയാത്ര ഉള്ളതാ. ഓം നമഃ ശിവായ. പയ്യൻ എന്തിനാ അവളെ ഇഷ്ടപ്പെടാൻ പോയത്? അവൻ എന്തിനാ അവന്റെ നില മറന്നത്? അത് തെറ്റല്ലേ? തെറ്റല്ല, അതാണ് പ്രണയം.
കല്യാണി, എന്നും എപ്പോഴും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം ദാ ഈ നെഞ്ചിനകത്ത്. ഇതെന്റെ വാക്ക. ഡേ, മാഡം ഇരുന്ന് പകൽക്കിനാവ് കാണുമായിരുന്നല്ലേ? പിന്നെ ഞാൻ ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കണേ? ഒന്നും അറിഞ്ഞൂടാത്ത പാവം പോലെ അഭിനയിച്ച് അഖിലേന്ത്യ നിനക്ക് പറ്റിക്കാം. പക്ഷേ അത് ഈ പ്രിയങ്കയോട് വേണ്ട, കേട്ടോടി? മാഡം, അഖിലാമ്മയോട് എനിക്ക് ദൈവത്തെ പോലെയാ. ഒരിക്കലും ഞാൻ അഭിനയിച്ച് പറ്റിക്കില്ല. ജീവൻ പോയാലും. മതി. ഇങ്ങനെ സെന്റിമെന്റ്സ് സംസാരിച്ച നീ ഇവിടെയുള്ള എല്ലാവരെയും മയക്കി എടുത്തത്. എന്റെ അടുത്തത് വേണ്ട, കേട്ടോടി? അടിക്കല്ലേ മാഡം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ? നീ ചെയ്ത തെറ്റ് എന്താന്ന് നിനക്ക് അറിയില്ലല്ലേ? ഓ, അത് ശരിയാണല്ലോ. ഒന്നോ രണ്ടോ തെറ്റാണെങ്കിലല്ലേ ഓർത്തിരിക്കാൻ പറ്റൂ. ഇത് എണ്ണാൻ പറ്റില്ലല്ലോ. വൃത്തികെട്ടവള്. നിന്നെ കാണുമ്പോഴേ എനിക്ക് അടിമുടി വിറയ്ക്കുക. മാഡം, എന്നെ വിട്ടേക്ക്. ഞാൻ മാഡത്തോട് എന്ത് ദ്രോഹ ചെയ്തേ? എന്തിനാ എന്നോട് ഇത്ര ദേഷ്യവും വെറുപ്പും ഒക്കെ? വെറുപ്പ് എന്തിനാന്നോ? നീ എനിക്ക് ചെയ്യുന്നത് ദ്രോഹം തന്നെയാ. അതെന്താന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പം മനസ്സിലായോടി നീ ചെയ്യുന്ന ദ്രോഹം? പറയടി, ഇത് ദ്രോഹമോ അതോ ത്യാഗമോ? അത് വെറുമൊരു അടുക്കളക്കാരിയായ നീ എത്ര ധൈര്യം ഉണ്ടായിട്ടാ ആനന്ദിന്റെ കോട്ടിട്ടത്? അയ്യോ, ഇത് വല്യോഞ്ഞ മാഡം ഇട്ടേക്കെന്ന് പറഞ്ഞു തന്നത്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആനന്ദ് എന്ത് തന്നാലും വാങ്ങിയിടൂ നീ? പറയടി, വാങ്ങിയിടൂന്ന്. ഇതിപ്പോ പല തവണയായി. നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടാലേ എനിക്ക് സമാധാനം കിട്ടും. നീ ചാകണം, അതാ എനിക്ക് വേണ്ടത്. കൊല്ലുന്നില്ല ഞാൻ. മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നെ വിട്. മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നെ ഞാൻ കൊല്ലുവടി. എടി, എന്നെ വിട്. കല്യാണി, കല്യാണി. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. പക്ഷെ നിനക്ക് അധികം ആയുസില്ല. നോക്കിക്കോ. കല്യാണി,
കല്യാണി, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്ക? വാ, നിന്നെ മേഡം വിളിക്കുന്നു. ദൈവമേ, നീ കോട്ടിന്റെ കാര്യം ചോദിക്കാനാണോ? കല്യാണി, നീ എന്താ ഈ ആലോചിക്കുന്നേ? തുണിയൊക്കെ പിന്നെ അലക്കാം, മേഡം വിളിക്കുന്നു. മാഡം എന്തിനാ ചേച്ചി എന്നെ വിളിക്കണേ? അത് ആനന്ദ് സാറും അരവിന്ദ് സാറും പുറത്തേക്ക് പോകാൻ നിൽക്കുക. ആരതി വഴിയാനാ വിളിക്കുന്നേ. ദേവി, താലി കിണറ്റിൽ വീണു. വല്യുഞ്ഞ് പുറത്തേക്ക് പോകുന്നു പറയുന്നു. അപശകനമാണല്ലോ. അരുത്. ഇപ്പൊ എന്ത് നടന്നോ അത് നടക്കേണ്ടതായിരുന്നു. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ആ വിധിയെ തിരുത്തി എഴുതാൻ നോക്കുന്നത് അബദ്ധം, അനർത്ഥം. കണ്ടില്ലേ, തലനാരിഴയ്ക്ക ഒരാളുടെ ജീവൻ തിരികെ കൊടുത്തത്. നാളെ അവന് ഈ അവസരം കിട്ടണമെന്നില്ല. നീയായിട്ട് അതിന് ഇടവരുത്തരുത്. നീ എന്താ ഈ ആലോചിക്കുന്നേ? വാ, മേഡം നിരക്കുന്നു, വേഗം ആവട്ടെ. അതെ, ശരി. ആ, ശരി. ആ, അതെ, ശരി ഗുരുജി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. ഗുരുജി ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. ആനന്ദിനെ അരവിന്ദിനെ അയക്കാൻ പറഞ്ഞു. അത് നന്നായി. ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ഗുരുജി ഉള്ളത് ഭാഗ്യമാണ്. ഹും. മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഗുരുജി അവിടെ എത്താറുള്ളൂ എന്നാ അന്ന് പോയപ്പോ ഗുരുജി പറഞ്ഞു. ഓ, അല്ല, ആനന്ദിനെ അരവിന്ദിനെ കണ്ടില്ലല്ലോ. ആ, അവരുടെ വരുന്നു. നിങ്ങൾ രണ്ടുപേരും വരുന്നത് കണ്ടപ്പോ രാമലക്ഷ്മണന്മാരെ വരുന്നത് പോലെ തോന്നി. എന്തായാലും പോലെയല്ല, എന്റെ മക്കള് രാമലക്ഷ്മണന്മാര് തന്നെയാ. പിന്നെ ലക്ഷ്മണൻ രാമനെ ബ്രോ എന്നല്ലേ വിളിക്കുന്നത്? അതെ, രാമനാണോ കൃഷ്ണനാണോ എന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ചങ്ക് ബ്രോസാ അല്ലേ ബ്രോ? വേണമെങ്കിൽ തൃച്ചംബരത്ത് ബ്രദേഴ്സ് എന്ന് വിളിക്കാം. ഓ, അല്ല ശിവരാമേട്ടാ, രാമലക്ഷ്മണന്മാരെന്ന് വിളിക്കാൻ വേണ്ടിട്ടേ ഇവര് കാട്ടിലെ വനവാസത്തിനൊന്നും പോവല്ലോ. മഹാക്ഷേത്രത്തിലെ കുളത്തിൽ കുളിച്ച് തൊഴുതിട്ട് വരാൻ പോവല്ലേ, അത്രയല്ലേ ഉള്ളൂ. വിലാസിനി, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? കഷ്ടം. ആന്റി, അതൊരു മഹാക്ഷേത്രല്ലേ, ഞങ്ങള് കൂടി ഒന്ന് പോയാലോ? ഒന്ന് കാണാലോ? നോ, പാടില്ല. തൃച്ചംബരത്ത് ഇതൊരു പരമ്പരാഗത ആചാരോ. കല്യാണം ഉറപ്പിച്ച ആൺതലമുറ കുലദൈവമായ കുറുശ്ശേരി ശ്രീ മഹാബലേശ്വര ക്ഷേത്രക്കുളത്തിൽ 3 പ്രാവശ്യം തല മുങ്ങിക്കുളിച്ച് ഭഗവാനെ തൊഴുത് പൂജ ചെയ്ത് മടങ്ങണം. ഇത് തലമുറകളായിട്ട് നടന്നു വരുന്ന രീതിയാ. അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതാ ഞാൻ പോലും പോവാത്തത്. ആ, ആനന്ദേ, അവിടെ ഗുരുജിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഗുരുജി തന്നെയാ നേരിട്ട് പൂജ ചെയ്യുന്നത്. രണ്ടുപേരും സൂക്ഷിച്ചു പോയി കുലദൈവത്തെ തൊഴുത് അനുഗ്രഹം വാങ്ങിക്കണം. ശരിയമ്മേ. ആ, കല്യാണി, ആനന്ദിനും അരവിന്ദിനും ആരതി ഒഴിയണം. അതിനാ നിന്നെ വിളിപ്പിച്ചത്. സുജാത,
ദേവി, താലി ഒരു കിണറ്റിൽ പോയി. അപ്പൊ തന്നെ വലിയ കുളത്തിൽ കുളിക്കാനും പോകുന്നു. ഇത് അപകടമാവുന്ന ലക്ഷണമാണല്ലോ.